നീ ഇവിടെ തന്നെ വാഴയിലേക്കകത്ത് ചോറ് കിട്ടിക്കുന്നു. അതല്ല വയലിലേക്കുള്ള വഴി. നീ പേപ്പറും തിരിച്ചേ. നമ്മൾ കണ്ട രീതികളെല്ലാം തെറ്റിപ്പോയി. നീ ഇതൊന്ന് നോക്കി. എടി ഇത് നമ്മുടെ വീട്. ഇത് നമ്മൾ ഗപ്പി വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കുളം. നമ്മുടെ കുളം. ഇതൊക്കെ എന്താ അപ്പവും മരിച്ചു വെച്ചേക്കുന്നത്? എടാ അങ്ങാർക്ക് മറവി രോഗമല്ലായിരുന്നു. അങ്ങാർക്ക് വയലിൽ പോയാലും തിരിച്ചു പോകാനുള്ള വാപ്പാന്ന് തോന്നുന്നത്. ഞങ്ങളുടെ തൂമ്പയും കൂന്തേനും. അപ്പൊ ഇതെന്തോ? നീ ഇത് സൂക്ഷിച്ചു നോക്കി. ഇത് അടയ്ക്ക, ഇത് വെറ്റ, ഇത് പാക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതാണ്ട് രമണം കൊച്ചന്റെ അപ്പുറത്ത് മുള്ളുവേലി. അപ്പൊ ഇത് റെയിൽവേ ട്രാക്ക് അല്ലായിരുന്നു? ഇവിടെ കൊടിയും പിടിച്ചോണ്ടിരിക്കുന്നു. നീ ഇത് ശ്രദ്ധിച്ചു നോക്കി. അത് കയ്യിലിരിക്കുന്ന കൊടിയും വടിയൊന്നുമില്ല, ചൂല. 8:30 ഏതോ അമ്മച്ചി തൂക്കം വരും. ആ സമയം വരെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നു. ഒരൊറ്റ വീടേ ഉള്ളൂ. ആ ദാശാണിമൂ വരെ വരച്ചു വെച്ചേക്കുന്നു. ദാശാണിമൂടെ വീട് കഴിഞ്ഞോട്ട് വരുമ്പം എടുത്ത് ഗുഹയും കൊന്നൊന്നുമല്ല, അമ്പലത്തിന്റെ ആർച്ചാ. അതുകൊണ്ട് ആൽത്തറയൊക്കെ ഉണ്ട്. ആൽത്തറ അപ്പുറത്താറി ചത്തു കിടക്കുന്നത്. ആൽത്തറ കഴിഞ്ഞാൽ തോടല്ലയോ? ആ തോടില് മീൻ കുഞ്ഞുങ്ങളാണ് ഇത്. ഓക്കെ, ഇതുവരെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞൊരു പ്രതിമ ചെയ്തവരെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ആ വയല് കണ്ണു കിട്ടാതിരിക്കാൻ വെച്ചിരുന്ന കോലമാണ് ഇത്. അപ്പുറത്ത് ഈ ചതുരക്കട്ടക്കകത്ത് എന്ത് വരച്ചു വെച്ചേക്കുന്നത്? ഈ ചതുരക്കട്ടക്കകത്ത് കാണുന്ന വീടിന്റെ പാലച്ചനാണ് നീ രാവിലെ പോയി പൊറോട്ടയും ചിക്കനും കഴിച്ചത്. ഛർദ്ദിച്ച് കളഞ്ഞേക്കാം.